മിശിഹായിൽ സ്നേഹം നിറഞ്ഞ കുഞ്ഞനുജന്മാരെ, അനുജത്തിമാരെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിങ്ങൾ ആമസോൺ കാടുകളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഭൂമിയുടെ ശ്വാസകോശം എന്നാണ് ഈ കാടുകൾ അറിയപ്പെടുക. ബ്രസീലിലാണ് ഈ കാട് തുടങ്ങുന്നത്. ചെറിയ കാടൊന്നും അല്ല കേട്ടോ, ഇന്ത്യയേക്കാൾ ഇരട്ടി വലിപ്പമുണ്ട് ഈ കാടിന് എന്നാണ് പറയപ്പെടുക. ഈ ആമസോൺ കാടുകളിൽ ഒത്തിരിയേറെ സസ്യ വിഭവങ്ങൾ, അതായത് പലതരത്തിലുള്ള ജന്തു ജീവജാലങ്ങളും സസ്യവൈവിധ്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ പല ശാസ്ത്രജ്ഞരും അതുമായി ബന്ധപ്പെട്ട് പഠനങ്ങൾ നടത്താനൊക്കെ ആയിട്ട് പോകാറുണ്ട്. അങ്ങനെ ബ്രസീലിലുള്ള ഒരു പറ്റം ശാസ്ത്രജ്ഞർ അവിടേക്ക് ചെന്നു. ഫുൾ കാടിനുള്ളിലേക്കൊന്നും കയറാൻ പറ്റത്തില്ല. അപ്പൊ അവരങ്ങനെ കാട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ മനോഹരമായിട്ടുള്ള കുറച്ച് മരങ്ങൾ കാണാനായിട്ട് ഇടയായി. നല്ല സുഗന്ധമുള്ള പൂക്കൾ, കാണാൻ നല്ല ഭംഗിയുണ്ട് പൂക്കള്. അപ്പൊ അവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ അതിന്റെ വിത്തുകളൊക്കെ ശേഖരിച്ചു. പിന്നെ അതിന്റെ ടിഷ്യൂസ് ഒക്കെ ശേഖരിച്ച് നാട്ടിലേക്ക് വന്ന് ശാസ്ത്രത്തിലൂടെ, അതായത് ടിഷ്യൂ കൾച്ചർ ചെയ്ത് ഈ ചെടികളൊക്കെ വളർത്തിയെടുത്തു. അപ്പൊ അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ബ്രസീലിലുള്ള നഗരങ്ങളിലൊക്കെ പാർക്കുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ മരങ്ങളുടെ തൈകളൊക്കെ നട്ടാൽ നല്ല സുഗന്ധമുള്ള പൂക്കളൊക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ വഴിയോരങ്ങളിലൊക്കെ ഈ മരങ്ങൾ വെച്ച് പിടിപ്പിക്കാനായിട്ടായിരുന്നു. അങ്ങനെ അവര് ടിഷ്യൂ കൾച്ചറിലൂടെ കുറെ വൃക്ഷത്തൈകളൊക്കെ ഉണ്ടാക്കി അതെല്ലാം കൊണ്ടുവന്ന് അവര് പാർക്കുകളിലൊക്കെ നട്ടു. നഗരപ്രദേശങ്ങളിലൊക്കെ അവർ നടാനൊക്കെ ആയിട്ട് ഇടയായി. അങ്ങനെ ആമസോൺ കാടുകളിലെ പോലെ മനോഹരമായ പൂക്കള് ഇവിടെ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് അവർ ചെയ്തത്. പക്ഷെ ദൗർഭാഗ്യം എന്ന് പറയട്ടെ, ഇവർ നട്ട മരങ്ങളൊന്നും വേണ്ട പോലെ വലുതായില്ല. ആമസോൺ കാടുകളിൽ അവർ കണ്ടതുപോലെ വലുതായുമില്ല. അതുപോലെ മനോഹരമായ പൂക്കളും ഉണ്ടായില്ല. ഉണ്ടായ പൂക്കൾക്ക് വലിപ്പം കുറവായിരുന്നു, ഒട്ടും സുഗന്ധം ഉണ്ടായില്ല. പിന്നീട് അവർ അതിനെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി. ഈ ആമസോൺ കാടുകളിൽ വളരെ ശുദ്ധമായ ജലം, ശുദ്ധമായ വായു, ശുദ്ധമായ അന്തരീക്ഷത്തിൽ ഏറ്റവും മനോഹരമായ സാഹചര്യത്തിലാണ് ആ ചെടികൾ വളർന്നത്. അവിടെയാണ് ഇത്ര മനോഹരമായ പൂക്കൾ ഉണ്ടായതും ആ പൂക്കൾക്ക് ഇത്രയേറെ സൗരഭ്യവും സുഗന്ധമൊക്കെ ഉണ്ടായത്. പക്ഷെ അത് അവർ നാട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ, നഗരപ്രദേശങ്ങളില് ടൗണിലൊക്കെയുള്ള പാർക്കിൽ ഇത് വെച്ച് പിടിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ശുദ്ധമായ വായു ഇല്ല, ശുദ്ധജലത്തിന്റെ കുറവുണ്ട്, അന്തരീക്ഷം മലിനീകൃതമാണ്. അവിടെ ഈ ചെടികൾ വേണ്ട പോലെ വളരുകയോ പുഷ്പിക്കുകയോ പൂക്കൾക്കാണെങ്കിൽ വേണ്ടത്ര സുഗന്ധം ഉണ്ടാവുകയോ ചെയ്തില്ല. നമ്മൾ ഇന്നത്തെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ ഈശോ പറയുന്നത് വിശുദ്ധിയെ കുറിച്ചാണ്. നമ്മൾ ജീവിതത്തിൽ പാലിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് വിശുദ്ധി. മനുഷ്യൻ എങ്ങനെയാണ് വിശുദ്ധി പാലിക്കാൻ പറ്റുക? ഈ ആമസോൺ കാട്ടിലെ ഈ മരങ്ങളെ പോലെയാണ് നമ്മൾ. നമുക്ക് ശുദ്ധമായ വായു, ശുദ്ധമായ ജലം, ശുദ്ധമായ അന്തരീക്ഷം ഉണ്ടെങ്കിൽ നമ്മൾ വിശുദ്ധരാകും. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറയുന്നത്, ക്രിസ്തു എന്നിൽ രൂപപ്പെടുന്നത് വരെ ഞാൻ ഈറ്റുനോവ് അനുഭവിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ശുദ്ധമായ സ്ഥലം, ശുദ്ധമായ വായു, ശുദ്ധമായ അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിൽ വസിക്കുന്ന അവസ്ഥയാണ്. വിശുദ്ധ കൊച്ചു ത്രേസ്യ പുണ്യവതി പറയാറുണ്ട്, ഞാൻ എപ്പോഴും ആയിരിക്കുന്നത് എൻ്റെ സ്വർഗീയ പിതാവിൻ്റെ മടിത്തട്ടിലാണ്. ഞാൻ കളിക്കുന്നതും ചിരിക്കുന്നതും നടക്കുന്നതും ഓടുന്നതും ഉറങ്ങുന്നതെല്ലാം എൻ്റെ സ്വർഗീയ അപ്പച്ചൻ്റെ മടിത്തട്ടിലാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിലായിരിക്കുക എന്നുള്ളത് മാത്രമാണ് വിശുദ്ധിയിൽ ജീവിക്കാനുള്ള ഏക പോംവഴി. ചിലപ്പോൾ നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കും വിശുദ്ധിയിൽ ജീവിക്കാൻ വേണ്ടി, വളരെ നല്ല കാര്യമാണ്. എന്നാൽ ആത്യന്തികമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഈശോയിലായിരിക്കുക എന്നുള്ളത് മാത്രമാണ്. ഈ നോമ്പുകാലം തുടങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് പരിചയമുള്ള ഒരു കൊച്ചു, അവള് +2 പഠിക്കുക. അവൾ എന്നോട് പറഞ്ഞു, അച്ഛൻ ഞാൻ ഈ തവണ 6 കാര്യങ്ങൾക്കാണ് നോമ്പെടുത്തിരിക്കുന്നത്. ഞാൻ എന്തിനൊക്കെയാണ് നീ നോമ്പെടുത്തിരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ ഇൻസ്റ്റഗ്രാം നോമ്പാണ്, യൂട്യൂബ് നോമ്പാണ്, ഇറച്ചി നോമ്പാണ്, മീൻ നോമ്പാണ്, മുട്ട നോയമ്പാണ്, പിന്നെ മധുരപലഹാരങ്ങൾ നോമ്പാണ്. ഞാൻ ചോദിച്ചു, ഇങ്ങനെ 6 കാര്യങ്ങൾക്കാണ് അപ്പം നീ നോമ്പെടുത്തിരിക്കുന്നത്? അതെ അച്ഛ. ഞാൻ ചോദിച്ചു, എന്നാത്തിനാ? ഞാൻ +2 എനിക്ക് 6 വിഷയങ്ങൾ പഠിക്കാനുണ്ടല്ലോ. അപ്പൊ പരീക്ഷ വന്നിരിക്കണം, ഓരോ വിഷയത്തിനും ഓരോ നോമ്പ് വെച്ചെടുത്ത് ഈശോ എന്നെ കാത്തിരക്ഷിക്കുമെന്നുള്ള വിശ്വാസമാണ്. എന്തായാലും ഞാൻ ജയിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്, നല്ല മാർക്കൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അവൾ അങ്ങനെ പറഞ്ഞു, എനിക്ക് വളരെ സന്തോഷം തോന്നി. പക്ഷെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ നോമ്പ് കാലത്തിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ നിയോഗം വെച്ചൊക്കെ ഉപേക്ഷിക്കുകയാണെങ്കിൽ അത് ഭൗതികമായ നന്മകളെക്കാൾ ഉപരി നമുക്ക് ഒത്തിരിയേറെ വിശുദ്ധി നേടിത്തരുന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട എൻ്റെ കൊച്ചു കൂട്ടുകാരെ, ആമസോൺ കാട്ടിലെ ആ മരങ്ങളെ പോലെ ആ കാട്ടിലായിരുന്നപ്പോൾ ആ പൂക്കൾക്ക് നല്ല ഭംഗിയുണ്ടായിരുന്നു,
നല്ല സൗരഭ്യം ഉണ്ടായിരുന്നു, ആ മരങ്ങൾ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. എന്നാൽ മലിനീകൃതമായ അന്തരീക്ഷത്തിലേക്ക് വന്നപ്പോൾ ആ ചെടികൾ മുരടിച്ചു, പൂക്കൾക്ക് ഭംഗിയില്ലാതെയായി, സുഗന്ധമില്ലാതെയായി. പ്രിയപ്പെട്ടവരെ, നമ്മൾ വസിക്കേണ്ടത് ദൈവത്തിലാണ്. ദൈവത്തിൽ വസിക്കുന്നവന് എന്നും സുഗന്ധം ഉണ്ടാവും, സൗന്ദര്യം ഉണ്ടാവും, മനോഹാരിത ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും. അതുകൊണ്ട് ഈശോയിൽ നമുക്ക് വസിക്കാം, ഈശോയ്ക്ക് പ്രിയപ്പെട്ടവരാകാം, ഈ നോമ്പ് കാലം ഏറ്റവും അനുഗ്രഹപ്രദമാക്കാം. എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.